നമസ്കാരം. തിരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞു. ജയപരാജയങ്ങളെക്കുറിച്ചോർത്ത് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ വെഴുപ്പലക്കൽ തുടരുകയാണ്. ഇവിടെ ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ വളരെ വലുതാണ്. 19 സീറ്റുകൾ നഷ്ടപ്പെടുമ്പോഴും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിയും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പാർട്ടി സെക്രട്ടറിയും ഒക്കെ കാണാൻ കഴിയുക എന്നുള്ളതാണ് CPM-നകത്തെ ഏറ്റവും വലിയ വൈചിത്രം. വിചിത്ര സ്വഭാവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയക്കാരെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഈ മുന്നണി സംവിധാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന പല ഘടകകക്ഷികൾക്കും ഇരുമനസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ 2026 തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ്. UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ആ UDF-നൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികൾ വരെ അങ്ങനെ ആലോചിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണിയുടെ നിലപാട്, ആ നിലപാടിൽ നിരാശനാവുകയാണ് നേതാവായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ. സജീവ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. പാർട്ടി നേതൃയോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നു. അങ്ങനെ മുൻ MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടേക്കുമെന്നുള്ള ഏറ്റവും വലിയ അഭ്യൂഹം വരുന്നു. സജീവ രാഷ്ട്രീയം മതിയാക്കുമെന്നുള്ള സൂചനകൾ. പാർട്ടി നിലപാടുകളിലൊക്കെ അദ്ദേഹം അസംതൃപ്തനാണ് എന്നുള്ളതാണ്. ഏറെക്കാലമായി അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വാർത്തകളുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃയോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതോടുകൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ച ചൂടുപിടിച്ചത് എന്നുള്ളതാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് പാലായിൽ നടന്ന സമ്മേളനത്തിനിടെ റബ്ബർ കർഷകർക്ക് വേണ്ടി സംസാരിച്ച തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി പരസ്യമായി അപമാനിച്ചിരുന്നു. എല്ലാവർക്കും ഓർമ്മ കാണും. ഇത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന തോമസ് ചാഴിക്കാടൻ്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി യോഗത്തിൽ ജോസ് കെ മാണി തള്ളിക്കളഞ്ഞു. പാർട്ടിയുടെ സമുന്നത നേതാവും MP-യുമായിട്ടുള്ള ഒരാളെ പൊതുയോഗത്തിൽ വെച്ച് ഇത്രമേൽ അധിക്ഷേപിച്ചിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുകയും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുകയും ചെയ്ത ജോസ് കെ മാണിയുടെ നിലപാടിൽ ചാഴിക്കാടൻ നിരാശനാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അത് പലവട്ടം തുറന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. CPM വോട്ടുകൾ പൂർണ്ണമായി തനിക്ക് ലഭിച്ചില്ല എന്ന് ചാഴിക്കാടൻ പരാതിപ്പെട്ടുവെങ്കിലും ജോസ് അത് അംഗീകരിക്കുന്നില്ല. ജില്ലയിലെ ഏക മന്ത്രിയായിട്ടുള്ള VN വാസവൻ ചാഴിക്കാടൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാതെ പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോവുകയായിരുന്നു എന്നുള്ളതും പരമ്പരാഗതമായി CPM-ന് ലഭിക്കേണ്ടിയിരുന്ന ഈഴവ വോട്ടുകൾ അത് ഇതുവഴി ലഭിക്കാതെ പോയി എന്നുള്ള ആക്ഷേപവും തോമസ് ചാഴിക്കാടനോട് അടുത്ത വൃത്തങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതും ജോസ് കേൾക്കുന്നില്ല. നിലവിൽ ജോസ് വിഭാഗത്തിന് കോട്ടയത്ത് വലിയ പ്രസക്തിയില്ലെന്ന നിലപാടിലേക്ക് പാർട്ടി അണികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലാ നിയമസഭാ നിയോജക മണ്ഡലത്തിലെയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെയും ഒക്കെ പരാജയം അത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണമെന്ന് പറയപ്പെടുന്ന ചെറുതല്ല. മുന്നണി വിടുമെന്ന് ഭീഷണിപ്പെടുത്തി രാജ്യസഭാ MP സ്ഥാനം അതിൽ നിന്ന് വാങ്ങിയെടുത്ത ജോസ് കെ മാണി പാർട്ടി തകരുമ്പോഴും തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കുക എന്നുള്ള നിലപാടിലേക്ക് മാറി എന്നുള്ള മുറുമുറുപ്പും ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ തോമസ് ചാഴിക്കാടൻ ജില്ലാ നേതൃയോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് ഭാര്യയുടെ സഹപാഠിയുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയത് കൊണ്ടാണ് എന്നൊക്കെ ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ തോമസ് ചാഴിക്കാടൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇതുമായിട്ട് ഉണ്ടായിട്ടില്ല. തനിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്ന വികാരമുള്ളതിനാൽ അദ്ദേഹം സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുമോ അതോ മറ്റൊരു കേരള കോൺഗ്രസിലേക്ക് ചേക്കേറുമോ എന്നതിനെക്കുറിച്ച് എല്ലാമുള്ള ചർച്ചകൾ കോട്ടയം രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി ശകാരിച്ചത് അത് മറ്റൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ വളരെ കൃത്യമായി പ്രതികരിച്ചേനെ. പക്ഷെ ജോസ് കെ മാണി അതിനകത്തൊരു പ്രതികരണം നടത്തിയില്ല. മാത്രമല്ല കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ വലിയ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ദയനീയമായിട്ടുള്ള പരാജയം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും തനിക്കുണ്ടാകില്ല എന്ന് വിശ്വസിച്ചിരുന്ന തോമസ് ചാഴിക്കാടനെ പക്ഷേ ഈ പരാജയം വലിയ പാഠങ്ങളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുന്നണി സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുക, തന്നെ അവഹേളിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുക, അങ്ങനെയുള്ള ചില രീതികൾ അവലംബിക്കുവാനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ആ നേതൃയോഗത്തിൽ പങ്കെടുക്കാത്തതിന് പല കാരണങ്ങൾ പാർട്ടി പറയുന്നുണ്ടെങ്കിലും ഇന്നുവരെ തോമസ് ചാഴിക്കാടൻ അതിനൊരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തോമസ് ചാഴിക്കാടൻ്റെ അസംതൃപ്തി പുകയുകയാണ്. അദ്ദേഹം ഇതൊക്കെ ഉപേക്ഷിച്ച് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറുവാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. ജോസ് കെ മാണി വിഭാഗത്തിനോട് ഇടഞ്ഞു നിൽക്കുന്ന കുറച്ചു പേരുണ്ട്. അത് തോമസ് ചാഴിക്കാടനോടൊപ്പം നിൽക്കുന്നവരാണ്. ആ തോമസ് ചാഴിക്കാടനോടൊപ്പം നിൽക്കുന്നവരും ജോസ് കെ മാണിയുടെ ഈ കേരള കോൺഗ്രസ് M ഉപേക്ഷിച്ച്
കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക്, അതായത് UDFിൻ്റെ ഭാഗത്തിലേക്ക് പോകുവാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. അതിനുള്ള ചർച്ചകൾ കോട്ടയത്ത് രാഷ്ട്രീയപരമായി കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സൂചന. തോമസ് ചാഴിക്കാടൻ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ചെല്ലുന്നത് ജോസഫ് ഗ്രൂപ്പിലേക്കായിരിക്കും.